നമസ്കാരം. നിലവിളക്കിലെ ജ്വാലയും തിരിയും. പല ആളുകളും നിലവിളക്ക് കൊളുത്തുന്നതും നിലവിളക്ക് കൊളുത്താൻ പാടില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും കൊളുത്തുന്ന രീതിയൊക്കെ. നിലവിളക്ക് പ്രഭാതകാലത്ത് കിഴക്കോട്ടും സായങ്കാലങ്ങളിൽ പടിഞ്ഞാറോട്ടും തിരിയിട്ടാണ് നമ്മൾ കൊളുത്താറ്. ഈ ജ്വാലകൾക്ക് പോലും പ്രത്യേകതയുണ്ടെന്നാണ്. നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ജ്വാലകൾ പോലും ഇന്ന രീതിയിലായിരിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. അത് ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്ന ഭരണചട്ടമൊന്നുമല്ല, മറിച്ച് അതിൻ്റെ ആ ഒരു റിസൾട്ട്, അതിൻ്റെ കോൺസിക്വൻസ് ഇന്ന രീതിയിലായിരിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. രണ്ട് തിരികൾ യോജിപ്പിച്ച് വേണം നമ്മൾ ഒറ്റ ജാലയാക്കി കൂപ്പുകൈ രീതിയിൽ വിളക്ക് കൊളുത്താൻ തിരിയിടുന്നതാണ് ഉത്തമം. കാരണം ചിലവർ ഒറ്റ തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. അതിനേക്കാൾ ഉത്തമമായിട്ട് ഒറ്റ തിരിയേക്കാൾ നല്ലത് കൈ കൂപ്പുന്ന പോലെ രണ്ട് തിരികളായിട്ട് ജ്വാലകൾ ആക്കിയിട്ട് വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം. ഒറ്റത്തിരി അശുഭകരമാണ്. അത് കൊളുത്തുന്ന സമയത്ത് സ്വർണ്ണ നിറത്തിലുള്ള, അതായത് വൈഡൂര്യ കളർ നിറത്തിലുള്ള ജ്വാലയാണ് കത്തി വരുന്നതെങ്കിൽ അത് വളരെ ശുഭകരമാണ്. ഏറ്റവും കൂടുതൽ കുടുംബ ഐശ്വര്യത്തിന് ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള നാളം നമ്മൾ വിളക്കിൽ നിന്ന് കാണുന്നത്. അതോടൊപ്പം തന്നെ തനിയെ വിളക്ക് കെട്ടുപോവുക, കരിന്തിരി കത്തുക, വീണ്ടും വീണ്ടും പൊട്ടലും ചീറ്റലും ഉണ്ടാവുക, അതുപോലെ തന്നെ മങ്ങി കത്തുക, ഇങ്ങനെ കുഞ്ഞു തിരിയായിട്ട് കത്തുക, ഇടതുവശത്തേക്ക് ചാഞ്ഞിരിക്കുക. അതേസമയം ദീപം കത്തിച്ചു കഴിയുമ്പോൾ അത് പതുക്കെ വലതുവശത്തേക്ക് തിരിഞ്ഞ് നല്ല സ്വർണ്ണ നിറത്തിലാണ് കത്തുന്നതെങ്കിൽ ആ കുടുംബത്തിലും ആ വീട്ടിലും കൊളുത്തുന്ന ആ പരിസരത്തും ഒക്കെ ഐശ്വര്യം ഉണ്ടാകും. അതേസമയം ഈ പറയുന്ന മങ്ങി കത്തുക, ചീറ്റ, ചിലർ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പൊട്ടുക, ചീറ്റ, പെട്ടെന്ന് കെട്ടുപോവുക, പിന്നെയും കത്തിക്കുക, ഇടത്തോട്ടേക്ക് ചെരിഞ്ഞിരിക്കുക, തിരിയിൽ നിന്ന് എണ്ണ ഇട്ടിട്ട് വീഴുക, ഇങ്ങനെയുള്ളതൊക്കെ അശുഭകരമായിട്ടാണ് കാണുന്നത്. ഒരു ദുർലക്ഷണമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മേൽപോട്ട് ദീപം കത്തി സ്വർണ്ണ നിറത്തിലോ വൈഡൂര്യ നിറത്തിലോ കത്തുന്നത് ശുഭകരമാണ്. ഒരു നിലവിളക്ക് കൊളുത്തുന്നതിൽ പോലും ശാസ്ത്രീയമായിട്ട് ഒരുപാട് ഐശ്വര്യദായകമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ആചാര്യമതം.